ഇന്ന് ഗുരുവായൂരപ്പന് കളഭാഭിഷേകമുള്ള ദിവസമാണ്. കളഭച്ചാർത്ത് കഴിഞ്ഞ് കണ്ണനെ കാണാൻ എന്ത് ഭംഗിയാണ്. കണ്ടിട്ടുണ്ടോ? ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീച്ച് കുളിച്ച് വന്ന അച്ഛൻ തിരുമേനി ചെന്ന് കണ്ണനെ ഉണർത്തി. ഉണ്ണീ, കണ്ണാ, മതി ഉറങ്ങിയത്. ഇന്ന് കളഭാഭിഷേകമുള്ളതല്ലേ? ഇച്ചിരി നേരം കൂടി ഉറങ്ങിക്കോട്ടെ ഞാൻ. ആ കുഞ്ഞു കണ്ണൻ്റെ അഭ്യർത്ഥന മാനിച്ച് അല്പസമയം കൂടി ഉറങ്ങിക്കോളൂ കേട്ടോ എന്ന് തിരുമേനി പറഞ്ഞു. എന്നിട്ട് വേഗം മിടുക്കനായി എണീക്കണേ. ഞാൻ അഭിഷേകത്തിന് മണിക്കിണറ്റിൽ നിന്ന് വെള്ളമെടുത്തിട്ട് വരുന്നിടം വരെ ഉണ്ണി ഉറങ്ങിക്കോളൂ. ആ ആലസ്യത്തിൽ വീണ്ടും കണ്ണൻ ഉറങ്ങി. മണിക്കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് കണ്ണൻ അഭിഷേകത്തിനായി ഇഞ്ചിയും പാകപ്പൊടിയും തോർത്തും ഒക്കെ ആയിട്ട് അച്ഛൻ തിരുമേനി വന്നു. അല്ല, കണ്ണൻ ഉണർന്നില്ലേ? വേഗം ആവട്ടെ എൻ്റെ കുട്ടി. കണ്ണൻ കണ്ണ് തിരുമ്മി എണീച്ചു. നല്ല വാസനയുണ്ടല്ലോ തിരുമേനി. കളഭത്തിൻ്റെ ആണല്ലേ? കണ്ണന് നല്ല ഇഷ്ടാ കളഭത്തിൽ മുങ്ങി കുളിക്കാൻ. പക്ഷേ കണ്ണൻ ഒരു കാര്യം പറയട്ടെ. ഇനി ഉറങ്ങണം എന്ന് പറയാനാണെങ്കിൽ പറ്റൂല കേട്ടോ കണ്ണ, അച്ഛൻ തിരുമേനി തീർത്തും പറഞ്ഞു. അതല്ല പിന്നെ, എനിക്ക് വിശക്കണു. കളഭാഭിഷേകം കഴിയുമ്പോഴേക്കും എനിക്ക് വിശപ്പ് സഹിക്കൂല. അച്ഛൻ തിരുമേനി എനിക്ക് 2 കൈപ്പിടി മലര് തരുമോ? കണ്ണൻ ആരും കാണാതെ കഴിച്ചോളാം. ആരോടും പറയരുത് കേട്ടോ, ഇല്ലെങ്കിലേ അയ്യപ്പേട്ടനും ഗണേശേട്ടനും ഒക്കെ എന്നെ കളിയാക്കും. കുളിക്കണേന് മുമ്പ് പാപ്പം കഴിച്ചു എന്ന് പറഞ്ഞ്. തിരുമേനി ആ മുഖത്തെ നൈർമല്യം കണ്ട് മയങ്ങി നിന്നു. പാവം കുഞ്ഞു കണ്ണനല്ലേ, വിശക്കുമല്ലേ. ആരോടും പറയില്ല കേട്ടോ. കുളിക്കണേന് മുമ്പ് ഇന്നിപ്പോൾ ഇച്ചിരി മലര് കഴിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. എൻ്റെ പൊന്നുണ്ണി കഴിച്ചോളൂ എന്ന് പറഞ്ഞ് കണ്ണൻ്റെ 2 കയ്യിൽ മലര് നിറച്ച് കൊടുത്തു. കണ്ണന് സന്തോഷമായി. വേഗം അത് കഴിച്ചു. വയറ് നിറഞ്ഞു കണ്ണൻ്റെ. എന്നിട്ട് തിരുമേനിയുടെ അടുത്ത് പറഞ്ഞു, ഇനി തിരുമേനി എന്താച്ചാ ആയിക്കോളൂ. അഭിഷേകവും വാഗച്ചാർത്തും കളഭാഭിഷേകവും ഒക്കെ ആയിക്കോട്ടെ. എന്നിട്ട് മേലാസകലം കളഭാഭിഷേകം നടത്തുമ്പോൾ കണ്ണൻ സന്തോഷത്തിൽ ആറാടി. ഉള്ളു നിറഞ്ഞ് കണ്ണൻ്റെ അനുഗ്രഹാശീസുകൾ അവിടെ അത് കണ്ടു തൊഴാൻ നിൽക്കുന്ന ഓരോ ഭക്തരിലും, ഈ വർണ്ണന കേട്ടിരിക്കുന്ന ഓരോ ഭക്തരിലും നിറഞ്ഞ് വർഷിക്കട്ടെ. കൃഷ്ണ, എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ, സർവം കൃഷ്ണാർപ്പണമസ്തു.